ഹായ്, ഞാൻ സുധാ മഴമേഘം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് മുളക് ചമ്മന്തിയാണ്. അത് നമ്മൾക്ക് ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിൻ്റെ ഒപ്പവും ദോശ ഇഡ്ഡലി ഇതിൻ്റെ ഒപ്പം ഒക്കെ നമ്മൾക്ക് കഴിക്കാൻ പറ്റും. ബാച്ചിലേഴ്സിനടക്കം നമുക്ക് ചോറിൽ അതിൻ്റെ കൂടെ ഇങ്ങനെ ഈ ചമ്മന്തി പെനഞ്ഞിട്ട് ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. ടിഫിനിലൊക്കെ ആക്കി കൊണ്ടുപോകാനും പറ്റും. നമ്മൾക്കപ്പോൾ ആ ചമ്മന്തി പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കിയാന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾക്ക് മുളക് ചമ്മന്തിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം തന്നെ ഒരു 10-12 മുളക് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഓരോരുത്തർ വാങ്ങിക്കുന്ന മുളകിൻ്റെ എരിവിനനുസരിച്ച് നമ്മൾക്ക് എടുക്കാം. ഞാനൊരു 10-12 എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി തന്നെയാണ് ഇതിന് ആവശ്യം. സവോള ഇട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് വരില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളിനെ ചെറുതായിട്ടൊന്ന് പൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ശകലം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. നമ്മൾക്കിതിന് ഈ ചമ്മന്തിക്ക് പുളിപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കണം, എരിവും. അതിനാണ് ഞാൻ ഈ നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ചീനച്ചട്ടി നന്നായി ചൂടായ ശേഷം നമ്മൾക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 2-3 സ്പൂണ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഈ മുളകൊന്ന് ഇതിലിടാം. ഈ മുളക് ചെറു തീയിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് തീ കത്തരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മുളക് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമ്മൾക്ക് ഈ എണ്ണയിൽ തന്നെ ചെറിയ ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ഈ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് മൊരിഞ്ഞ് വരാനായിട്ട് ശകലം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾക്കിത് കുറച്ചുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിലോട്ട് ഈ കറിവേപ്പിലയും ഈ പുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാമറ പെട്ടെന്ന് ഓഫായത് കൊണ്ടാണ് ഞാൻ അത് ഇട്ടത് കാണിച്ചു തരാൻ പറ്റാതായത്. അപ്പം ആ 2 സാധനവും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. ആ പുളിയും ആ എണ്ണയിലൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പം നമ്മുടെ ഉള്ളിയും പുളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് ഇതാ പാകത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഗ്യാസ് ഓഫാക്കിയ ശേഷം നന്നായിട്ട് ഒന്ന് ആറാൻ വയ്ക്കാം. അതിന് ശേഷമല്ലേ മിക്സി ഇടാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മൾക്ക് തണുക്കാൻ വയ്ക്കാണ്ട്. അപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി അരയ്ക്കാനായിട്ട് ആദ്യം നമ്മൾ ഈ വറുത്ത് വെച്ച മുളകുണ്ടല്ലോ അതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾക്ക് പൊടിച്ച ശേഷം ഇനി ഇതിലോട്ട് നമ്മൾക്ക് ഉള്ളിയും മുളകും പുളിയും എല്ലാം ഒന്ന് ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ മുളക് പൊടിച്ചെടുത്തല്ലോ അതിൽ ഉള്ളിയും ഈ പുളിയും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒട്ടും ചേർക്കരുത്. കണ്ടില്ലേ, ഇതുപോലെ അരഞ്ഞാൽ മതി. ഒരുപാട് അങ്ങോട്ട് മൈ പോലെ അരയ്ക്കണ്ട. അപ്പം നമ്മുടെ ചമ്മന്തി കണ്ടില്ലേ എത്ര കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾക്കൊന്ന് ഉപ്പുണ്ടാകുന്ന കൂടി നോക്കണമല്ലോ. ഒന്ന് നോക്കട്ടെ കേട്ടോ. കറക്റ്റ് ഉപ്പാണ്. അപ്പം നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇടുക. അപ്പം നമ്മുടെ മുളക് ചമ്മന്തി എത്ര പെട്ടെന്നാണ് റെഡി ആയത് കണ്ടില്ലേ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ എല്ലാം സിമ്പിളാണ്.